ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 743 743. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 743. ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്ത് 15-ാം സർഗം ഭഗവാന്റെ ജ്ഞാനോപദേശം ഉദ്ധവർക്ക്. അതിഗഹനമായിട്ടുള്ള വേദാന്ത സത്യങ്ങൾ ഇങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് കൈ കൊടുക്കുക ഭഗവാൻ ചെയ്യുന്നത് പ്രണവശയിലെ. അപ്പോൾ അതിൽ 28-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ 27 അവസാനത്തെ 2 ശ്ലോകം, 28-ത്തെ ആദ്യത്തെ 2 ശ്ലോകം കൂടിയിട്ടാണ്. അപ്പോഴാണ് അർത്ഥപുഷ്ടി വരിക. എന്താ അത്? ആത്മയാഥാർത്ഥ്യം അരുളി ചെയ്യുവാൻ ഈ ജഗത്ത് ഇതിൽ സത്യസ്വരൂപനാം അങ്ങല്ലാതൊരാളില്ല മാധവ. അതാണ് എത്ര വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യേണ്ട ഒരു ശ്ലോകമാണിതെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ പരിധിക്ക് പുറത്താണ്. എനിക്ക് അത്രയൊന്നും അറിവില്ല സത്യം പറഞ്ഞാൽ. ആത്മയാഥാർത്ഥ്യം അരുളി ചെയ്യുവാൻ ഈ ജഗത്ത് ഇതിൽ സത്യസ്വരൂപനാം അങ്ങല്ലാതൊരാളില്ല മാധവ. ഇനി അതിന് ശേഷം നിൻ മായക്കടിമപ്പെട്ടു ബുദ്ധി മങ്ങുക കാരണം, നിൻ മായയ്ക്ക് അകപ്പെട്ട് അടിമപ്പെട്ട് ബുദ്ധിമങ്ങുക കാരണം ആത്മാവല്ലാത്ത ദേഹത്തെ ഞാനെന്നും പലവിധം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞതേ. ആത്മാവിനെ മനസ്സിലാക്കാതെ കണ്ട ശരീരമാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിക്കുക കാരണമാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ആത്മാവല്ലാത്ത ദേഹത്തെ ഞാനെന്നും പലതാം വിധം പലത് ആ വിധം എൻ്റേതും എന്നോർത്ത് എന്നെന്നും ആത്മവിസ്മൃതി കാരണം എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ ഒരു ചുക്കുമില്ല. ഈ ശ്വാസം പോയാൽ എൻ്റെ അവരൊക്കെ മൂക്കത്ത് കയ്യും വെച്ച് നിൽക്കും സഹചരെ. എനിക്കത്രേ പറയുള്ളൂ. അതിൻ്റെ മുമ്പേ അച്യുതപാദാരവിന്ദത്തിൽ ലയനം പ്രാപിക്കാനുള്ളൊരു ത്വരിത നമ്മൾ കാണിച്ചു, നമ്മൾ രക്ഷപ്പെട്ടു. എന്താ പട്ടാമ്പി ഇങ്ങനെ പറഞ്ഞത്? അപ്പം നമ്മുടെ കുട്ടികൾ, എടോ നമ്മൾ നന്നായാൽ കുട്ടികൾക്ക് നമ്മളെ കൊണ്ട് പ്രശ്നമുണ്ടോ? ആലോചിച്ച് നോക്കൂ. അവരോട് മമതാ ബന്ധം വെച്ച് പുലർത്തിയാൽ ഒരു പപ്പിയായിട്ടോ ഒരു വേറെ എന്തൊക്കെ പേരുണ്ട്, ഡോർമാനോ, എനിക്കറിയില്ല, പേരറിയില്ല, നായ്ക്കളുടെ പേരാണ് എനിക്കറിയില്ല. ഡോർമാൻ എന്ന് പറഞ്ഞാൽ വാച്ച് കീപ്പർ അങ്ങനെയല്ല, എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പുറംകാലം കൊണ്ട് തല്ലും നമ്മളെ. നായായിട്ട് വന്നാൽ, കോഴിയായിട്ട് വന്നാൽ അവർ നമ്മുടെ മേൽ ഉപ്പ് തേച്ചിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കും. അപ്പോൾ അതിൻ്റെ ആ ഏടാകൂടത്തിനൊന്നും നിൽക്കണ്ട. അവരായി അവരുടെ പാടായി. നമ്മുടെ ധർമ്മം നമ്മൾ ചെയ്തിട്ടില്ലേ, അവരെ വലുതാക്കിയില്ലേ, പിന്നെന്താ പ്രൊഫഷയില്ലേ. അവരിനി പണ്ടാരോ പറഞ്ഞ കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും വല്ല തിങ്കളാഴ്ച നല്ല ദിവസം നോക്കിയിട്ട് വല്ല വൃദ്ധാശ്രമത്തിലും കൊണ്ട് വിടണേൻ്റെ മുമ്പേ കിടക്കാതെ കണ്ടങ്ങോട്ട് രക്ഷപ്പെട്ടാൽ അത് വലിയൊരു അനുഗ്രഹം. ഇന്നത്തെ സ്ഥിതിക്ക് അങ്ങനെയാണ് പ്രൊഫഷയിലെ. അപ്പോൾ ആത്മാവല്ലാത്ത ദേഹത്തെ ഞാനെന്നും പലത് ആവിധം എൻ്റേതും എന്നോർത്ത് എന്നെന്നും ആത്മവിസ്മൃതി കാരണം ആത്മാവിന് എങ്ങനെയാണ് 24 മണിക്കൂറും പൂസായിട്ട് കിടക്കുന്ന ആൾക്ക് എന്താ ആത്മാവെന്നാണ് നിങ്ങൾ പറഞ്ഞത്? ആലോചിച്ച് നോക്കണം. ചൂത് കളിക്കുന്ന ആൾക്കാർ, കുതിരപ്പന്തയം, നാടവലി, ചീട്ടുകളി, റമ്മി അല്ലേ, അല്ലെങ്കിൽ MDF എന്താണ് എനിക്കറിയില്ല. ചിലതിങ്ങനെ പുകച്ചാൽ മേപ്പെട്ട് വലിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. മേപ്പെട്ട് പൂന്നാണ് പറഞ്ഞത്.
ആത്മാവല്ലാത്ത ദേഹത്തെ ഞാനെന്നും പലത് ആവിധം എൻ്റേതും എന്നോർത്ത് എന്നും ആത്മവിസ്മൃതി കാരണം ബ്രഹ്മാദ്യരാമകിലരും ബാഹ്യകാര്യ പ്രസക്തരാം. ശ്രദ്ധിക്കണം, ബ്രഹ്മാദ്യരാം അഖിലരും ബാഹ്യകാര പ്രസക്തരാം. ആകയാൽ അതിരറ്റുള്ളോരറിവും സഹതാപവും ദോഷമില്ലായ്മയും കാരുണ്യവും കഴിവും എന്നിവ ശ്രീഹരിയുടെയാണ്, ഹരിയുടെ. ആകയാൽ അതിരുറ്റുള്ളോരറിവും സഹതാപവും ദോഷമില്ലായ്മയും കാരുണ്യവും കഴിവും എന്നിവ തികഞ്ഞു വിലസും നാഥ. നിന്നെത്താൻ ആശ്രയിപ്പൂ ഞാൻ ഉൾക്കാമ്പിൽ നിന്നൂറിയൂറി പൊങ്ങും ആശകൾ മേൽക്കുമേൽ ബാഷ്പമാക്കി തരേടവേ. ആ നീരാവിയാക്കി തരണം. അതിലൊട്ട് പെട്ടുപോയാൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഉൾക്കാമ്പിൽ നിന്ന് ഊറി പൊങ്ങും ആശകൾ മേൽക്കുമേൽ നീറിക്കും അടിയങ്ങൾക്കു നീയേ ശരണം അച്യുത. നല്ല രസമാണത്. എന്താ? ഉൾക്കാമ്പിൽ നിന്ന് ഊറി പൊങ്ങും ആശകൾ മേൽക്കുമേൽ നീറിക്കും അടിയങ്ങൾക്ക് നീയേ ശരണം അച്യുത. ഭക്താവതംസം കൈകൂപ്പി ഉണർത്തിപ്പതു കേട്ടുടൻ ഉദ്ധവര് ഇങ്ങനെ അഞ്ജലിബന്ധം ചെയ്ത് തന്നെ ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ ആകപ്പാട് കൂടിയിട്ട് ഇയാളെ കൊണ്ട് മലങ്ങി എന്നുള്ള നിലയായി. ആലോചിച്ച് നോക്കണം. എന്നോട് ചിലർ ചോദിക്കേണ്ട 4-4.5 കൊല്ലമില്ലേ മാഷ താൻ ഈ പരിപാടി തുടങ്ങിയിട്ട്? 10 പൈസ ഇങ്കല്ല. മുണ്ടാളെ വീട്ടിൽ TV നോക്കി ഇരുന്നൂടെ? ഒരാൾ എന്നോട് ചോദിക്കുക. ഈ ഓരോന്നിങ്ങനെ വായിച്ച് പരിചയമുള്ളതൊക്കെ ഞാൻ ഫേസ്ബുക്കിലിടും. പട്ടാമ്പി വേറെ പണിയൊന്നുമില്ല ഇതെനിക്ക്. താനും തൻ്റെ ഒരു കൃഷ്ണാമൃതം അല്ലെങ്കിൽ തൻ്റെ ഒരു മൂലം, തൻ്റെ മൂലത്തിനാണ് കുഴപ്പം, അങ്ങനെയൊക്കെ പറയൂ. വല്ല മൂലക്കുരൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടണ്ട. ശാന്തം പാപം എന്ന് പറയും ഞാൻ. എന്താ ചെയ്യുക? അപ്പോൾ ഉൾക്കാമ്പിൽ നിന്ന് ഊറി പൊങ്ങും ആശകൾ മേൽക്കുമേൽ നീറിക്കും അടിയങ്ങൾക്ക് നീയേ ശരണമച്യുത. ഭക്താവതംസം കൈകൂപ്പി ഉണർത്തിപ്പത് കേട്ടുടൻ മന്ദസ്മിതം പൂണ്ടരുളി ചെയ്താൻ ത്രിഭുവനേശ്വരൻ. ആര്? സാക്ഷാൽ ശ്രീഹരി, സ്വന്തം അന്തര്യാമി ബ്രഹ്മം. എന്താ പറഞ്ഞത്? മന്ദസ്മിതം പൂണ്ടരുളി ചെയ്താൻ ത്രിഭുവനേശ്വരൻ. ജ്ഞാനമെന്നത് നേടാനുള്ളതല്ല ആത്മസ്വരൂപമാം. ജ്ഞാനമെന്നത് നേടാനുള്ളതല്ല, അത് എക്സിസ്റ്റ്. അതിനൊന്ന് ഇഗ്നേറ്റ് ചെയ്താൽ മതി. അക്രൂര മാള് പോയാലൊന്നും കിട്ടില്ല, ഒരു മാളിലും കിട്ടില്ല. റിലയൻസിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ. ഇനി അങ്ങനെ വല്ലതും പ്രയാഗ് പോയാൽ കിട്ടുമോ? ഇല്ല. അതാ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ജ്ഞാനമെന്നത് നേടാനുള്ളതല്ല ആത്മസ്വരൂപമാം. ആത്മാവിൻ്റെ സ്വരൂപമാണ്. താനൊന്ന് കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കൂ അക്രൂര. താനിപ്പോൾ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് എവിടെയൊക്കെ പോയി അന്വേഷിച്ചാലും കിട്ടുന്നില്ല. തൻ്റെ ഉള്ളിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ അപ്പോൾ പറഞ്ഞു ജ്ഞാനമെന്നത് നേടാനുള്ളത് ആത്മസ്വരൂപമാം. മൂടി നിന്നീടും അജ്ഞാനം അകറ്റണം മഹാമതേ. അജ്ഞാനമാകുന്ന ഒരു തിരശീല അതിനെ കവർ ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് ആ പാടെ ഒന്ന് മാറ്റിയാൽ മതി. 2 കൈയില്ലേ അക്രൂര? ഒരു സ്ക്രീൻ അല്ലെങ്കിൽ ഒരു കർട്ടൻ പിടിച്ച് മാറ്റാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ശീലിച്ചാലല്ലേ ഇപ്പോൾ ഇത് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ജ്ഞാനമെന്നത് നേടാനുള്ളതല്ല ആത്മസ്വരൂപമാം. മൂടി നിന്നീടും അജ്ഞാനം അകറ്റേണം മഹാമതേ. വലിയ മനസ്സിൻ്റെ ഉടമയെന്നൊക്കെയാണ് പറഞ്ഞത്. ഭക്തിയാദി സാധനകളാലതു താങ്കൾ വേണ്ടതാം. ഭക്തിജ്ഞാന വൈരാഗ്യം
സാധനകളാലത് സാധന ചെയ്യണം. മറ്റുള്ള ഇക്കിളിപ്പെടുത്തുന്ന വിചാരങ്ങൾ മനസ്സിനെ കീഴ്പ്പെടുത്തരുത്. മനസ്സിലെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ താന്താങ്ങൾ വേണ്ടതാം ശ്രവണാദികളാലുള്ളം രാഗാദികൾ അകന്നിടിൽ. ശ്രവണാദികൾ അങ്ങനെയാണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത് ഞാൻ ശ്രവിച്ചു, ഞാൻ ഗാനം ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേറെ പണിയില്ല, പ്രദോഷയില്ലേ. ഒരു കാലത്ത് തുണിക്കച്ചവടം, ചായപ്പൊടി കച്ചവടം, സഞ്ചി കച്ചവടം, ടിക്കറ്റ്, എയർലൈൻ ടിക്കറ്റ്, എന്താ സ്ഥിതി. ടിക്കറ്റ് എടുക്കണവരെ എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുക ഡ്രൈവ് ചെയ്തിട്ട്. ഒരു ഓമ്നി കാറുണ്ടായിരുന്നു. അപ്പോഴും നാരായണ കാല് വരരുതേ നാരായണ. എയർപോർട്ടിലേക്ക് അപ്പോൾ കുണ്ടും കുഴിയും വെള്ളം നിറഞ്ഞു നിൽക്കും. ഒരു ദിവസം ഒരു പ്രഗ്നൻ്റ് ലേഡീനെ കൊണ്ടാക്കുക എയർപോർട്ടിൽ. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എനിക്ക് എൻ്റെ വലിയൊരു വെൽവിഷറാണ്. അപ്പോൾ അവർ പറയും, രാജനാണ് ഡ്രൈവർ എന്ന് ഞാൻ വിചാരിച്ചില്ല, ഞാൻ വിളിച്ചേരുന്നില്ല രാജനെന്ന് ആദ്യം. അവിടെ ഇറങ്ങിയപ്പോൾ ഉണ്ടാവും ഒരു ആലിംഗനം തന്നിട്ട് എനിക്ക്. ഞാൻ ആദ്യം പറഞ്ഞത് മടക്കിയെടുത്തു, താനൊരു എക്സ്പെർട്ട് ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ഡ്രൈവ് ചെയ്തത്. പിന്നെയോ? ചേച്ചി ഉള്ളത് പറഞ്ഞാൽ അത് അച്യുതനാ. ആരെ? അച്യുതിരഹിതൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കർത്താവാന്ന് വിചാരിച്ചോളൂ പറഞ്ഞു ഞാൻ. അല്ലാണ്ടപ്പം എന്താ പറയുക, അവർക്കറിയണ ഭാഷയിലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഞാനല്ല ഡ്രൈവ് ചെയ്തത്. ഗീറ് മാറ്റാൻ പറഞ്ഞതും ചവിട്ടി പിടിക്കണതും കുണ്ടിൽ വെള്ളം ഉണ്ട് എന്നാണ് വെള്ളം കാണുമ്പോൾ കുണ്ടിൽ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഗീർ ഇട്ടിട്ട് അവിടെ ഇറക്കുക. ഫസ്റ്റ് ഗീർ ഇട്ടിട്ട് അവിടെ വലിപ്പിക്കുക. ഞാനല്ല, എനിക്ക് അത്രയൊന്നും ഡ്രൈവിങ് അറിയില്ല. ഇതാണ് എൻ്റെ സ്ഥിതി. പറഞ്ഞു മനസ്സിലായില്ലേ? എൻ്റെ സ്ഥിതിയാണ് സംഗതി. അല്ലാത്തൊരു സ്ഥിതി അതിലേക്ക് എത്തിച്ച് തന്നെ ആലോചിച്ച് നോക്കണം. 47 വയസ്സിൽ ആണ് ഗുരു ഉപദേശം കിട്ടിയിട്ട് ഞാൻ ഈ വേഷം കെട്ടിയത്. അപ്പോൾ ചിലവർ മിസ്സീസിന് നോക്കി, നിങ്ങൾ രണ്ടാളും വലിയ സ്വീകാര്യതയിലല്ലേ? അതെ, ഞങ്ങൾക്ക് 2 വലിയ കുട്ടികളുണ്ട്. സ്വീകാര്യത ഇല്ലെങ്കിൽ കുട്ടികളുണ്ടാവുമോ? ഇങ്ങനെ അവിശ്വാസം നിറഞ്ഞ കമൻറ്റുകളെ കൂടെ കൂടുതൽ വിശ്വാസം ജനറേറ്റ് ചെയ്തു ഞാൻ. സത്യം അതാണ്, സത്യം അതാണ് സത്യം. അപ്പോൾ പറഞ്ഞു ആത്മസ്വരൂപമാർന്നേറെ. അപ്പോൾ പറഞ്ഞു ഭക്ത്യാദി സാധനകളാലത് താന്താങ്ങൾ വേണ്ടതാം ശ്രവണാദികളാലുള്ളം രാഗാദികളകന്നിടിൽ. ആത്മസ്വരൂപമാർന്ന ഏറെ വിളങ്ങും സ്വർണതുല്യമായി ഈ ഉള്ളിലുള്ള ബാലാഗ്ര ശതഭാഗസ്ഥ വിസ്തരസ് ഏകോ ജീവ. ആ ഒരു തേജോപുഞ്ചം 10 മാറ്റ് സ്വർണത്തിൻ്റെ നിറ പളപളാന്നിങ്ങനെ മിന്നും. ഭഗവാന്റെ ആ മഞ്ഞപ്പട്ട് തോറ്റുപോകും. അതാണ് പറഞ്ഞത്. ആത്മസ്വരൂപമാർന്നേറെ വിളങ്ങും സ്വർണതുല്യമായി ഗുരു ഉപദേശം കൂടാതെ വിജ്ഞാനം വിജ്ഞന്മാരാം പലേവരും വിവേകബുദ്ധിയാൽ തന്നെ വിചാരം ചെയ്തുമല്ലവേ. ചിലവർ ഗുരുപദേശം കിട്ടിയാലും നന്നാവില്ല. ചിലവർ ഗുരുപദേശം ഇല്ലെങ്കിലും താൻ അങ്ങനെ ഉണ്ടല്ലോ. വിവേകബുദ്ധിയാൽ തന്നെ വിചാരം ചെയ്തുമല്ലവേ വിഷയാഭിനിവേശങ്ങളാകെ നീക്കി മനസ്സിനെ. വിഷയാഭിനിവേശം നീക്കണം. അതാണ്. അയ്യോ, എൻ്റെ കൂട്ടുകാരൊക്കെ ചൂത് കളിക്കുന്നുണ്ടല്ലോ, ആയിക്കോട്ടെ. കള്ളു കുടിക്കുന്നുണ്ടല്ലോ, ആയിക്കോട്ടെ. തനിക്കെന്താ വേണ്ടത്? സിനിമ. തനിക്കെന്താ? ജീവിതം തന്നെ ഒരു സിനിമയല്ലേ. എൻ്റെ ഫാദറിനുള്ള വൺസ് അപ്പോൺ എ ടൈം 84-85 ഒരു കുട്ടി ഉണ്ടായിരുന്നതിൽ അന്ന് 89 പുത്രൻ ജനിക്കണത്. അപ്പോൾ എൻ്റെ ഫാദറിനുള്ള യൂസ് ടു റൈറ്റ് ടു മീ ഓൺ എ ഇൻലാൻഡ്. മോനെ രാജ, കാശില്ലാത്ത സിനിമയാണ് ജീവിതം. കാശ് കൊടുക്കണ്ട, കുട്ടികളുടെ കളി നോക്കുക. ഇടയ്ക്ക് അവരുടെ മുഖത്തുള്ള എന്താ പറയുക, ആ ഭാവവ്യത്യാസം ഉണ്ടല്ലോ, എങ്ങനെ ജീവിക്കുക എന്നുള്ളൊരു ജീവിതം. അതൊക്കെ നോക്കുമ്പോൾ ഒരു സിനിമയിൽ നിങ്ങൾ തന്നെ ഹീറോ, നിങ്ങളുടെ ഭാര്യ ഹീറോ, ചിലപ്പോൾ നിങ്ങൾ വില്ലനാവും.
അല്ലെങ്കിൽ അവർ വില്ലത്തിയാവും. അതൊക്കെ അങ്ങോട്ട് കളിച്ച് തമാശയിൽ അങ്ങോട്ട് കഴിച്ച് കൂട്ടുക. എന്നാൽ എന്താ സമാധാനം കിട്ടും, ശാന്തി സമാധാനം. ശരിയാണ്, കാശ് കൊടുക്കണ്ടല്ലോ. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ കുട്ടിയുടെ കളിയും ഭാര്യയുടെ മുഖം നമ്മുടെ പോക്കറ്റും നോക്കിയാൽ ചിരി തന്നെ വരും. ആ ഒരു ചിരി ഉണ്ടല്ലോ, ഒരു വെളിച്ച ചിറിയ ഉണ്ടാവും. സാരമില്ല, എന്നാലും ഭഗവാൻ കാത്തില്ലേ, അങ്ങേറ്റം കാത്തില്ല. ഇനി എന്താ വേണ്ടത്? ശ്രീകൃഷ്ണ കഥാമൃതം വേറെ ആരെങ്കിലും പ്രിൻ്റ് ചെയ്താൽ അത് ഞാൻ പറയും. വിവേകബുദ്ധിയാൽ തന്നെ വിചാരം ചെയ്തു മെല്ലവേ വിഷയാഭിനിവേശങ്ങളാകെ നീക്കി മനസ്സിനെ പ്രിയാമ്പിൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ ഡിഗ്രിക്ക് മുമ്പുള്ളത്. അപ്പോൾ ഒരു വേദാന്തിസ്റ്റ് ആവണേൻ്റെ മുമ്പ് ഈ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യണം. വിഷയാഭിനിവേശങ്ങളാകെ നീക്കി മനസ്സിനെ വിശുദ്ധമാക്കി മിന്നിക്കാറുണ്ട് മിന്നൽ മഹാശയ. ഈ മിന്നലേ ഇടിമിന്നലല്ല പറഞ്ഞത്. ബാലാഗ്രശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എന്നുള്ള സ്വർണത്തിൽ തനി പത്തരം മാറ്റ തങ്കത്തിൻ്റെ ഒരു മിന്നൽ. ഒരു ബാങ്കുകാർക്കും പലിശ കൊടുക്കണ്ട. എനിക്ക് ചില ബാങ്കിലൊക്കെ എഴുതി കാണാം 1 or 2 എന്താണ് ഡിപ്പോസിറ്റ് അല്ല, എന്തോ ഡ്രോവറാന്ന് പറയാം, ഈ സ്വർണ്ണമൊക്കെ കൊണ്ടുവയ്ക്കാനുള്ളത്. ഞാനൊക്കെ എൻ്റെ മകളുടെ കല്യാണം വരുമ്പോൾ എല്ലാം സാട്ടുപൂട്ട് 5,000 രൂപയ്ക്ക് അവൾക്ക് കൊടുത്തു, രൂപം മാറ്റി കൊടുത്തു. പാവത്തിന് വിഷമം തോന്നാൻ പാടില്ല, അച്ഛനിക്ക് പഴുതെന്ന് തോന്നാൻ പാടില്ല. എല്ലാം കൂടെ ഒരുക്കി നല്ല ബ്രാൻഡ് ന്യൂ IAS മാർക്ക് 945 എന്തൊക്കെ വെച്ചാൽ അതൊക്കെ ചെയ്ത് കൊടുത്തു. ഇത് കയ്യിൽ വെച്ചു. ഏത് ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ എപ്പോഴും ഇങ്ങനെ പറയും. അപ്പം മനസ്സിൽ പത്തരം മാറ്റ് സ്വർണം സേഫ് ഡിപ്പോസിറ്റ് വാൾട്ട് ഹൃദയ ഗുഹ്യരത്തിലിങ്ങനെ വെച്ചിട്ടാണ്. അകക്കണ്ണം കണ്ട് ഈ കണ്ണം കണ്ട് അടച്ച് അകക്കണ്ണം കണ്ട് തുറന്നാൽ എത്ര സ്വർണ്ണം അവിടെ ഡിപ്പോസിറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടോ. ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും പട്ടാമ്പിക്ക് നൊസ്സാണ്. എനിക്ക് നൊസ്സില്ല. ചിലവർ പറയും ഭ്രാന്തുള്ളതെന്ന് സമ്മതിക്കില്ല പട്ടാമ്പി. അത് സ്നേഹം കൊണ്ടാണ് അവരും പറയുന്നത്, ഞാൻ വിചാരിക്കുള്ളൂ. അപ്പോൾ വിശുദ്ധമാക്കി മിന്നിക്കാറുണ്ട് ഈ മിന്നൽ മഹാശയ. പശ്വാദികൾക്കും ആത്മാവ് തന്നെയാം ഗുരു മന്നിതിൽ. പശ്വാദി, ഈ പശു എന്ന് പറഞ്ഞാൽ കാമധേനു മാത്രമൊന്നുമല്ല, ആട് മാട് കോഴി അതേമാതിരി നരി സിംഹം ചീറ്റ ഒക്കെ കുത്താൻ വരുന്ന ജീവികൾക്കും ഒക്കെ ഇത് പാകാം. അപ്പോൾ വിശുദ്ധമാക്കി മിന്നിക്കാറുണ്ട് ഈ മണ്ണിൽ മഹാശയ. പശ്വാദികൾക്കും ആത്മാവ് തന്നെയാം ഗുരു മന്നിതിൽ. ഹിതാഹിതങ്ങൾ മറ്റാരുമല്ല അവയ്ക്ക് അറിയുവാൻ, അവയ്ക്ക് അറിയിക്കുവാൻ. അഹിതങ്ങൾ ഇഷ്ടവും അനിഷ്ടവും മറ്റാരുമല്ല അവയ്ക്ക് അറിയിക്കുവാൻ. വിശേഷിച്ചും മനുഷ്യന് ഗുരുവും ആത്മാവ് തന്നെയാം. ഓ മൈ ഗോഡ് ഹരേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് അതിലേറെ തമാശ. ഇടയ്ക്ക് ഓ മൈ ഗോഡ് എന്ന് പറയണമെന്നാ. അതിപ്പോഴേക്ക് മനസ്സിലായത്. ഞാനിത് വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ചിലത് ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അത് പറയില്ല ഞാൻ. ഓ മൈ ഗോഡ് ഹരേ. അവനു നേടാം ശ്രേയസ്. ഈ ഓ മൈ ഗോഡ് ഹരേ എന്ന് പറയണവന് അവനു നേടാം ശ്രേയസ് ഉണ്ടാവുന്ന. ഇടയ്ക്ക് ഇങ്ങനെ പറയാം ഓ മൈ ഗോഡ് ഹരേ. വഴക്ക് നോക്കിയിട്ടാണെങ്കിൽ വളരെ നന്നായി. ഒറ്റയ്ക്ക് സംസാരിക്കുക, ഭാര്യയോ ഭർത്താവോ ഒറ്റയ്ക്ക് സംസാരിക്കും. മറ്റുള്ളവർ വിചാരിക്കരുത് പട്ടാമ്പി എന്തോ ഇവർക്കും പഠിപ്പിച്ചു എന്ന് വിചാരിച്ച് ചീത്ത വിളിക്കരുത്. അവനു നേടാം ശ്രേയസ് കണ്ടും ഊഹിച്ചും ഊഴിയിൽ. ഗുരുവിൻ മാർഗമാരായുന്നതും മറ്റാരുമന്നിതിൽ. സമാധി ഗുണസമ്പന്നൻ. ശമം എന്ന് പറഞ്ഞെന്താ? പൊങ്ങച്ചടിക്കാണ്ടിരിക്കുക, തള്ളാണ്ടിരിക്കുക. ശമാധി ഗുണസമ്പന്നർ മർത്യദേഹത്തിലെത്രയും തെളിഞ്ഞു കാൺമതുണ്ടെന്നെ നാനാതരം ഉപാധികൾ. ശമാധി ഗുണസമ്പന്നർ മർത്യദേഹത്തിലെത്രയും തെളിഞ്ഞു കാൺമത് ഉണ്ട് എന്നെ. ഭഗവാൻ പറയാ എന്നെ, അദ്ദേഹത്തിനെ, ശ്രീകൃഷ്ണനെ, ശ്രീരാമനെ, ശിവനെ,
ശ്രീഹരിയെ, മഹാവിഷ്ണുവെ, ആരുടെ പേരെടുത്താലും കുഴപ്പമില്ല. തെളിഞ്ഞു കാൺമതുണ്ടെന്നെ നാനാതരം ഉപാധികൾ നീങ്ങി വരും തോറും, ഉപാധികൾ നീങ്ങി വരും തോറും നിതരാം ശ്രവണാദിയാൽ, നിത്യേനയുള്ള ശ്രവണം കൊണ്ടെന്നാ. അതാണ് ഞാൻ നിങ്ങളെ ദിവസേന ബോറടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സാധ്യമായാൽ എൻ്റെ ഇൻട്രസ്റ്റ് കൂടും. ഏത് പറയാറുള്ളതല്ല, ഇൻട്രസ്റ്റ് ഏത് അധ്യാത്മ ബാങ്കിൽ എൻ്റെ ഗുരുനാഥൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് കൂടാണ്ട് നിങ്ങൾ ആനന്ദിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഇൻഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടും. നീങ്ങി വരും തോറും നിതരാം ശ്രവണാദിയാൽ ഉത്കർഷഹേതുവെന്നല്ല പുണ്യത്തിൻ വിളഭൂമിയും. ഇനിയിപ്പോൾ ഭൂപരിഷ്കരണം, ലാൻഡ് റീഫോം ആക്റ്റൊക്കെ വന്നു, അച്ഛൻ്റെ അമ്മയുടെയും ഭൂമിയൊക്കെ പോയി, പണ്ട് പേടിക്കണ്ട. ഇത് വായിക്കാൻ തുടങ്ങിയാൽ പുണ്യത്തിൻ വിളഭൂമി, 100 മേനി വിളയുന്ന ഭൂമിയാണ് നമ്മുടെ മനസ്സ്. സെർച്ച് ലൈറ്റ് മനസ്സിലേക്ക് അങ്ങോട്ട് തിരിച്ചു വയ്ക്കുക. ഈ പുറത്ത് കണ്ടിട്ട് ചില ഭ്രമമുണ്ടല്ലോ, അതവിടെ ഒഴിവാക്കുക. എന്നിട്ട് ഉള്ളിലേക്കാണ്ട് നോക്കുക. കുട്ടികളൊക്കെ ഇല്ലാണ്ട ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാച്ചാൽ അവർക്ക് അച്ഛനെ നൊസാദ് പറയില്ല, അല്ലെങ്കിൽ അവരും വിഷമിക്കും. ഈ ഒരു ഫീലിംഗ്, ഈ ഒരു എക്സ്പീരിയൻസ് അവർക്കുണ്ടാവില്ല. അതാണ് പ്രശ്നം, അല്ലാണ്ടൊന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീങ്ങി വരും. അപ്പം നാനാതരം ഉപാധികൾ നീങ്ങി വരും തോറും നിതരാം ശ്രവണാദിയാൽ ഉത്കർഷഹേതുവെന്നല്ല പുണ്യത്തിൻ വിളഭൂമിയും മോക്ഷ സമ്പാദകവുമാം ഇത് ഓർക്കിൽ അഖിലോത്തമം. ഇതിങ്ങനെ അടക്കി ഇങ്ങനെ ഓർത്താൽ അഖിലോത്തമം, എല്ലാറ്റിലും വെച്ച് ഉത്തമമായിട്ട് തോന്നും. സൃഷ്ടിച്ചു പശുപക്ഷ്യാദി ശരീരം പലതെങ്കിലും, നമ്മൾ തന്നെ കുറച്ച് അല്ലേ, ഓരോരുത്തരും ഒന്നാവും, ചിലപ്പോൾ 2 സൃഷ്ടി നടത്തിയിട്ടുണ്ടാവും. അതിൽ ചിലവരെ രാത്രി പശുക്കളെ മാതിരി 4 കാലിമ്പിൽ വരുന്നവരുണ്ടാവും, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലവർ മണവാട്ടീനെ പോലെ ഇങ്ങനെ ലജ്ജിച്ച് നിൽക്കുന്നു. എന്താണ്? ഭാര്യ പിടിച്ചിട്ടല്ല, കുടിച്ച് പൂസായിട്ട് മണവാട്ടി. പിന്നെ ആന മയങ്ങി കിടക്കണ കൂട്ടത്തിൽ ചിലവർ. പിന്നെ ചിലവരുണ്ട് ഉത്സവം, അതിൻ്റെ പേരാ ഉത്സവം അല്ലേ. കേരളത്തിൽ ചില മേളങ്ങൾ നടക്കുമ്പോൾ ചിലവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലേ, അതേമാതിരി ഉത്സവം എന്നല്ല പേര്, ഷോർട്ട് ഫോമാണ്. കോരി തരികണം. ഈ കോമഡി കണ്ടിട്ട് നിങ്ങൾ പരിഭ്രമിക്കൊന്നും വേണ്ട. പ്രൊഫഷയിലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോക്ഷസമ്പാദകവുമാം ഇതോർക്കില്ല അഖിലോത്തമം സൃഷ്ടിച്ചു പശുപക്ഷ്യാദി ശരീരം പലതെങ്കിലും. ഇനി ഇവിടുന്ന് ഒരു 4 ശ്ലോകം അതീവ സെൻസിറ്റീവാണ്. മനുഷ്യ സൃഷ്ടിയാൽ മാത്രം അത്യന്ത ആനന്ദമേൽപ്പൂ ഞാൻ. ഭഗവാൻ പറയാ ആരോട്? അക്രൂരനോട്. മനുഷ്യ സൃഷ്ടിയാൽ മാത്രം അത്യന്തം ആനന്ദമേൽപ്പൂ ഞാൻ. കാരണം എന്താ വെച്ചിട്ടുണ്ടോ? ദർ ആർ 84 lakh സ്പെസീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ കൊതുനോ മൂട്ടയ്ക്കോ അങ്ങനെ പറയാം അല്ലേ, അല്ലെങ്കിൽ പൂമ്പാറ്റയ്ക്കോ വണ്ടിനൊന്നും ഓ മൈ ഗോഡ് ഹരേ എന്ന് പറയാൻ പറ്റില്ല. അത് എല്ലാ മനുഷ്യന്മാർക്കും പറയാൻ പറ്റുമോ? ഇല്ല. കുറച്ച് ആൾക്കാർക്ക്, എന്നെ പോലെ കുറച്ച് ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഈ കേൾക്കണം നിങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർക്ക് ഓ മൈ ഗോഡ് ഹരേ എന്ന് പറയാം, ഓ മൈ ക്രൈസ്റ്റ് പറഞ്ഞാലും കുഴപ്പമില്ല. പറഞ്ഞു മനസ്സിലായോ? അതാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ച് മനുഷ്യർ എന്നെ ആനന്ദബാഷ്പത്തിലെത്തിക്കുന്നുണ്ട് എന്നാണ്. അതാണ് ഈ ബിന്ദുസരസ്. ആദിമമനു ആദിമമനുവിൻ്റെ ഭക്തി കണ്ടപ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ അശ്രുബിന്ദുക്കളാണ് ഹിമാലയത്തിൽ ബിന്ദുസരസ്സായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ മനുഷ്യ സൃഷ്ടിയാൽ മാത്രം അത്യന്ത ആനന്ദമേൽ പോ ഞാൻ കൺകൊണ്ടു കാണുവാൻ വയ്യെന്നാകിലും കാരണങ്ങളാൽ കാര്യവും കാര്യങ്ങളാൽ കാരണവും.
കൺകൊണ്ടു കാണുവാൻ വയ്യെന്നാകിലും കാരണങ്ങളാൽ എന്നെ കണ്ടറിയും മർത്യദേഹം കൈവന്ന ഭാഗ്യവാൻ. മനുഷ്യ സൃഷ്ടിയാൽ മാത്രം അത്യന്താനന്ദമേൽപ്പൂ ഞാൻ. കൺകൊണ്ടു കാണുവാൻ വയ്യെന്നാകിലും കാരണങ്ങളാൽ എന്നെ കണ്ടറിയും മർത്യദേഹം കൈവന്ന ഭാഗ്യവാൻ. ബുദ്ധ്യാദികൾക്കു ചൈതന്യമരുളുന്നതും ഈ വിധം, ബുദ്ധ്യാദികൾക്കും ചൈതന്യമരുളുന്നതും ഈ വിധം. ജഡങ്ങളെ പ്രവർത്തിപ്പിപ്പതും, ജഡങ്ങളെ ഈ കയ്യും കാലൊക്കെ ഈ ആത്മാവില്ലെങ്കിൽ ജഡല്ലേ, അതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? ആത്മാവാണ് അല്ലേ? അപ്പോൾ ജഡങ്ങളെ പ്രവർത്തിപ്പിപ്പതും ചിന്തിച്ചു പാരിതിൽ സ്വയം പ്രകാശം ഒന്നുണ്ട് എന്ന് ഊഹിക്കും മതിയുള്ളവൻ. ഈ കാര്യങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ കൈകാലുകളെ പ്രവർത്തിക്കുന്നത്, നാസാരന്ധ്രങ്ങളെ, കണ്ണിനെ, ചെവിയെ, നാവിനെ, അല്ലേ, ത്വക്കിനെയൊക്കെ പ്രവർത്തിക്കണ ഒരു ചൈതന്യം, ബാലാഗ്രശലഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, നമ്മുടെ മനസ്സിൽ ഒരു തേജോപുഞ്ചുണ്ടെന്ന് അറിഞ്ഞാൽ അതന്നെയാണ് ബ്രഹ്മം. ഈ ഒരു അറിവങ്ങോട്ട് കിട്ടിയുണ്ടല്ലോ, ഭയങ്കര വയറ് നിറഞ്ഞു. എൻ്റെ മനസ്സ്, വയറല്ല, മനസ്സ് നിറഞ്ഞു. സത്യം. സ്വയം പ്രകാശമൊന്നുണ്ടെന്നൂഹിക്കും മതിയുള്ളവൻ, മനസ്സുള്ളവൻ. ഓം എന്ന് എഴുതി വെച്ചോടെ. എന്നെ തേടുന്ന കാര്യത്തിൽ ഓതാം ഒരു പഴയ കഥ. ഇനി എന്നെ വിശേഷേണ കണ്ട് മനസ്സിലാക്കാൻ എളുപ്പമുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. പഴയൊരു കഥ. മഹാനാം യദുരാജാവും അവധൂതദ്വിജേന്ദ്രനും യദുരാജാവും കൂടിയിട്ടൊരു സംഭാഷണം ഉണ്ടായി. ശ്രദ്ധിക്കണം, ഇവിടെയാണ് 24 ഗുരുക്കന്മാരെ പറ്റി പറയാൻ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിപ്പോൾ ഏകദേശം എന്താണാ പറയുക, ഭാഗവതത്തിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞു. 3/4 ഭാഗമല്ല, 10% അല്ല 80% കഴിഞ്ഞു. ഇനി ഒരു 20% ഉള്ളൂ. 24,000 ശ്ലോകമുള്ള ശ്രീകൃഷ്ണ കഥാമൃതത്തിൽ വി ആർ ഹെഡിങ് ടുവേഴ്സ് ദി എൻഡ്. 24 ഗുരുക്കന്മാർ കഴിഞ്ഞാൽ പിന്നെ 12ാമത്തെ അധ്യായമായി അല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പോൾ എത്രയായി? 743 എപ്പിസോഡ്. കഷ്ടി ഒരു 200 എപ്പിസോഡ് അങ്ങോട്ട് പോകും. ഒരു 950 എപ്പിസോഡ്. അപ്പോൾ സാക്ഷാൽ ഭാഗവതത്തിൽ 14,000, 662 എപ്പിസോഡാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ 10,000 എക്സ്ട്രാ ഉണ്ട്. ഐ ആം ദി ബ്ലെസ്ഡ്, ഐ ആം ദി ബ്ലെസ്ഡ്, ഐ ആം ദി ബ്ലെസ്ഡ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഭഗവാൻ ആരോഗ്യം തന്നിട്ട് പറയാൻ സാധിക്കണില്ലേ? എനിക്ക് ചിലപ്പോൾ പേടിയാവും. എന്തിനാശുണ്ടോ ഞാൻ പറയാം, സത്യം തുറന്നു പറയാമല്ലോ. നിങ്ങളന്നിപ്പോൾ എന്നെ കുറച്ചറിയുന്ന ആൾക്കാരുണ്ട്, എൻ്റെ സന്തത സഹചാരികളായിട്ട് ചിലവരുണ്ട്. ദിവസേന ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞു വിചാരിച്ചാൽ, ഞാൻ ഈ പൊതുവെ മാതൃഭൂമി പേപ്പറാണ് വീട്ടിൽ വാങ്ങുന്നത്. അതിൽ ഓർബിച്ചറി എന്താ പറയുക, ഈ മരിച്ച ആൾക്കാരുടെ കോളം ഞാൻ വായിക്കാറ് പതിവില്ല. കാരണം എൻ്റെ പ്രായമൊക്കെ വൃദ്ധന്മാരെന്നാണ് പറയുക. എനിക്കത് സമ്മതിക്കാൻ പറ്റുന്നില്ല. കാരണം ഐ ആം സോ യങ്. കാരണം ഭഗവാൻ എനിക്ക് നല്ലൊരു എന്താ പറയുക, ഗ്ലാമറല്ല, മാനസികാവസ്ഥ തന്നിട്ടുണ്ട്. നല്ലൊരു മാനസികാവസ്ഥ. സോ മനസ്സിന് എനിക്ക് പ്രായമില്ല. അപ്പോൾ എനിക്ക് പേടി. 50 വയസ്സായ മധ്യവയസ്സൻ, 60 വയസ്സായ വയസ്സനൊക്കെ മരിച്ചു എന്നൊക്കെ പറയുമ്പോഴേ ഞാനിവിടെ എന്തൊക്കെയോ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഇതൊക്കെ മുഴുമിപ്പിക്കണ്ടേ അല്ലേ? അതാണ്, അല്ലാണ്ടൊന്നല്ല, തമാശകളെ കൂടി. അപ്പോൾ പറയണു, എന്നെ തേടുന്ന കാര്യത്തിലോതാം ഒരു പഴയ കഥ. മഹാനാം യദുരാജാവും
അവധൂതദ്വിജേന്ദ്രനും തമ്മിൽ ചൊല്ലിയ സംവാദം അത്യന്തം പരിപാവനം. അത്യന്തം പരിപാവനം. അതുകൊണ്ടാവും നമ്മുടെ ഒരു ആചാര്യന്മാരിത് പറയാറ് പോലുമില്ല അധികം. ഒന്നിങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാകും. തമ്മിൽ ചൊല്ലിയ സംവാദം അത്യന്ത പരിപാവനം അനാഡംബരനായെങ്ങും ചരിപ്പോരു യുവാവിനെ. അനാഡംബരനായെങ്ങും ചരിപ്പോരു യുവാവിനെ. അനാഡംബരം, ആഡംബരം ഉണ്ടാവരുത് ജീവിതത്തിൽ, അനാഡംബരം കേട്ടോ. അകുതോ ഭയനാം സാക്ഷാൽ ദത്താത്രേയൻ മുനീന്ദ്രൻ. ഇത് ആളാരാ? അകുതോ ഭയനാം സാക്ഷാൽ ദത്താത്രേയ മഹർഷീനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. മുനീന്ദ്രനെ കണ്ടു ചോദിച്ചു യദോ രാജാവ് കൈകൂപ്പി. ഇങ്ങനെ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ കൈകൂപ്പി ചോദിച്ചു എന്നാണ് പറഞ്ഞത്. തന്നെത്താൻ വിളയാടിയിടും ബാലകൻ പോലസംഗനായി. എന്നെപ്പോലെ ഒരു പിരിമൂത്ത ആളാണ് അദ്ദേഹം. പ്രശ്നമില്ലേ? തന്നെത്താൻ വിളയാടിയിടും ബാലകൻ പോലസംഗനായി. ഞാനും പറഞ്ഞില്ലേ, വൃദ്ധാവസ്ഥേനെ കൂട്ടാക്കിയില്ലെങ്കിൽ ബാലകന്മാരെന്നെയാണ് നമ്മളെ, സംശയമൊന്നുമില്ല. അപ്പോൾ അസംഗനായി, ആരോടും സംഘമില്ല. ഈ വൃന്ദാവനിൽ ഇങ്ങനെ ഇരിക്കുക, വായിക്കുക, പറഞ്ഞുകൊള്ളുക, എവിടെയും പോവില്ല. എന്നാൽ എല്ലാവരും ഉണ്ടേനി. അങ്ങനെയാണ് നമ്മുടെ സ്വഭാവം. ആനന്ദമഗ്നനാം അങ്ങോടൊന്നു ചോദിച്ചുകൊള്ളൂ ഞാൻ. അപ്പോൾ യദുരാജാവ് പറയാണ്, ആനന്ദമഗ്നനാം അങ്ങോടൊന്നു ചോദിച്ചുകൊള്ളൂ ഞാൻ. ആരാ അങ്ങ്? ആനന്ദമഗ്നൻ. കണ്ടാൽ തന്നെ അറിയാം. ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും, കളിക്കും. കർമ്മങ്ങൾ ചെയ്യാതീവണ്ണം ബുദ്ധി നൈർമല്യമെങ്ങനെ. ഒരു കർമ്മം ചെയ്യണില്ല, വെറുതെ ഇങ്ങനെ ചിരിക്കുക. ഒരു ഉന്മാദമാണല്ലോ അതല്ലേ. കർമ്മങ്ങൾ ചെയ്യാതെ ഈ വണ്ണം ബുദ്ധി നൈർമല്യം എങ്ങനെ. അങ്ങ് ഏത് സോപ്പാണ് തേക്കണത്? സാന്തൂരല്ല അല്ലേ? അങ്ങനെ പറയാലോ. മഞ്ഞൾ സോപ്പ് അതൊന്നുമല്ല. പക്ഷേ ഗ്ലോ ഭയങ്കര എന്നാണ് പറഞ്ഞത്. മഞ്ഞൾ സോപ്പില്ലെങ്കിൽ ഗ്ലോ ഭയങ്കരം. പ്രശ്നമില്ലേ? കർമ്മങ്ങൾ ചെയ്യാതെ വണ്ണം ബുദ്ധി നൈർമല്യമെങ്ങനെ അവിടേക്കുളവായുള്ളത് അരുളി ചെയ്യണം പ്രഭോ. പട്ടാമ്പി പറഞ്ഞ കൂടുതൽ ഒന്ന് തുറന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനമായി എന്നാണ് പറഞ്ഞത്. അവിടേക്കുളവായുള്ളത് അരുളി ചെയ്യണം പ്രഭോ. ധർമാർത്ഥകാമ യത്നങ്ങൾ. ധർമ്മം, അർത്ഥം, കാമ യത്നങ്ങൾ. എന്തിനാ യത്നിക്കണത്? മോക്ഷത്തിന്. ധർമാർത്ഥകാമയത്നങ്ങൾ ചെയ്യും പലരുമെങ്കിലും പണവും പേരും ആയുസ്സും മറ്റും മോഹിച്ചു മാത്രമാ. ഹരേ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഓമൈ ഗോഡ് എഴുതി വെച്ചിട്ടില്ല. ഹരേ. ധർമാർത്ഥകാമമായി യത്നങ്ങൾ ചെയ്യും പലരുമെങ്കിലും. മറ്റേതല്ല, മോക്ഷത്തിനല്ല. അത് ഞാൻ പറഞ്ഞതാ അറിയാണ്ട. എനിക്ക് അത് മാത്രമേ പറയുള്ളൂ. പക്ഷെ അതല്ല ഇവിടെ. പണവും പേരും ആയുസ്സും മറ്റും മോഹിച്ചു മാത്രമാം. അവിടുന്നോർക്കിൽ യാതൊന്നും ചെയ്യുന്നീല ജഗത്ത് ഇതിൽ. ആഗ്രഹിക്കുകയും ചെയ്വീലല്ലാ കഴിവുമേന്തിയും. ആഗ്രഹിക്കുകയും ചെയ്വീല എല്ലാം. കഴിവ്, അങ്ങക്ക് എല്ലാത്തിനും കഴിവുണ്ട്, പക്ഷെ അങ്ങ് ഒന്നും ആഗ്രഹിക്കണില്ല. അതാണ് സത്യത്തിൽ സന്യാസം. പറഞ്ഞു മനസ്സിലായോ? സത്യത്തിൽ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? കഴിവിനെ, അവരവർ സമ്പാദിച്ചതിനെ മറ്റുള്ളവർക്ക് കൊടുക്കൽ. എന്നിട്ടോ സൗന്ദര്യം, അറിവ്, ആരോഗ്യം, വാഗ്മിത്വം മുതലായവ ഇല്ലാഞ്ഞല്ല ഈ വിധം വാഴ്വത് എനിക്ക് അത്ഭുതമാകയാം. യദു മഹാരാജാവ് ദത്താത്രേയ മഹർഷിയോട് പറയാണ്. ദത്താത്രേയ മഹർഷിയോട് പറയണു, അങ്ങക്ക് സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, ആരോഗ്യമുണ്ട്, വാഗ്മിത്വമുണ്ട്, എക്സെട്ര എക്സെട്ര. ഇല്ലാഞ്ഞല്ലി ഈ വിധം വാഴ്വത് എനിക്ക് അത്ഭുതമാകയാം. കാമലോഭാഗ്നിയിൽപ്പെട്ട് സർവരും വെന്തു നീറവേ. പറയണു, കാമലോഭമാകുന്ന അഗ്നിയിൽപ്പെട്ട് സാധാരണക്കാര് അറിവില്ലായ്മ കൊണ്ട് വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോ മസ്തിലിങ്ങനെ സന്തോഷവാനായിട്ട് തനിയെ
ആനന്ദിക്കുകയാണ് ആത്മാരാമത്വത്തിൽ. അങ്ങോ ഗംഗാജലത്തിങ്കൽ ഗജം പോലുല്ലസിക്കയാം. ഗംഗാനദിയിൽ ഒരു ആന കടന്ന് കൂളിട്ടാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ എന്നാണ് പറഞ്ഞത്. അസംഗൻ അവിടേക്ക്, അങ്ങാരാ? സംഘമില്ലാത്തവൻ. അസംഗൻ അവിടേക്ക് ഈ മട്ട് ആനന്ദത്തിനു കാരണം. അങ്ങക്ക് ഈ കണ്ടുവരുന്ന ആനന്ദത്തിന് കാരണം അരുളി ചെയ്യുവാൻ തെല്ലൊന്ന് അലിവുണ്ടാകണം പ്രഭു. മെഹർബാനി കർക്ക് ഏതോടെ ബോൽക്കെ ദേതോ. അങ്ങനെയാണ്. അസംഗൻ അവിടേക്ക് ഈ മട്ട് ആനന്ദത്തിനു കാരണം അരുളി ചെയ്യുവാൻ ഒന്ന് അലിവുണ്ടാകണം പ്രഭു. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 57. ആ മട്ടിൽ പരം വിനീതനാം മഹാത്മാവ് ആനന്ദത്തികവ് അതു കണ്ടലിഞ്ഞു നിൽക്കേ. ആമന്ദം പെട്ടെന്ന് എന്നർത്ഥം. ആമന്ദം, മന്ദല്ല, പെട്ടെന്ന്. ആമന്ദം മടുമലർ മഞ്ജുള സ്മിതം പൂണ്ട് അത്ര ആ മൈത്രേയൻ മുനീവരൻ ഓതിനാൻ ഈ വണ്ണം. ആ എന്താ പറയുക, പിന്നെ മഹാനാം യദുരാജാവിനോട് അവധൂതനായിരിക്കുന്ന മൈത്രേയ മഹർഷി ആമന്ദം മടുമലർ മഞ്ജുള സ്മിതം പൂണ്ട്, ഒരു പുഞ്ചിരി പൂകൊണ്ട് പൂണ്ടാൻ അത്രേയൻ എന്ന് പറഞ്ഞാൽ പിന്നെ മൈത്രേയ മഹർഷി മുനിവരൻ ഓതിനാൻ ഈ വണ്ണം. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ 15 സർഗഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് സമാശ്വസിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.